നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം സ്വദേശികളായ നവീൻ, ദേവിയുടെ സുഹൃത്ത് ആര്യ എന്നിവരെ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ആത്മഹത്യാക്കുറിപ്പ് എന്നതടക്കമുള്ള അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇറ്റാനഗർ പോലീസ് വിളിച്ചറിയിക്കുമ്പോഴാണ് നാടിനെ നടുക്കിയ കൂട്ടമരണം ബന്ധുക്കൾ പോലും അറിഞ്ഞത്. ഇറ്റാനഗറിന് സമീപത്തെ സിറോ എന്ന സ്ഥലത്ത് ഹോട്ടൽ മുറിയിലാണ് 3 പേരെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കൈ ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുകയാണ് എന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെത്തിയത്. 3 പേരുടെയും ബന്ധുക്കളുടെ ഫോൺ നമ്പർ മൃതദേഹത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെയും ക്രൈസ്റ്റ് നഗറിലെ അധ്യാപിക ലതയുടെയും ഏക മകളാണ് മരിച്ച ദേവി. ഭർത്താവ് നവീൻ തോമസ് കോട്ടയം മീനടം സ്വദേശിയും റിട്ടയർഡ് ഉദ്യോഗസ്ഥരായ എൻ.എ. തോമസിന്റെയും അന്ന തോമസിന്റെയും മകനാണ്. നഗരത്തിലെ ചെമ്പക സ്കൂളിലെ അധ്യാപികയാണ് മരിച്ച ആര്യ. മേത്മല സ്വദേശി അനിൽകുമാറിന്റെ ഏക മകളാണ്. നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ ആര്യയെ കാണാനില്ലെന്ന പരാതി ഇക്കഴിഞ്ഞ 27-നാണ് വട്ടിയൂർക്കാവ് പോലീസിന് കിട്ടുന്നത്. തുടർന്ന് നടത്തിയ ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദേവിയുമായി നിരന്തരം സംസാരിച്ചിരുന്നുവെന്ന കാര്യം അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. ദേവിയെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവ് നവീനും സമാന ദിവസങ്ങളിൽ സ്ഥലത്തില്ല എന്ന് മാത്രമല്ല, അവർ വിനോദയാത്രയ്ക്ക് പോയെന്നും ബന്ധുക്കൾ അറിയിച്ചു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി. ഗുവാഹട്ടിയിലേക്കെടുത്ത വിമാന ടിക്കറ്റ് അന്വേഷണത്തിന് വലിയ വഴിത്തിരിവായി മാറി. തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പഠനകാലത്താണ് നവീനും ദേവിയും പരിചയപ്പെടുന്നതും വിവാഹിതരാകുന്നതും. ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ദേവി സ്കൂൾ വിട്ട ശേഷവും സൗഹൃദം തുടർന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയടക്കം പുറത്തുവന്നു. ഇന്നലെ രാവിലെ 10:30-ക്കാണ് പോലീസിന് വിവരം കിട്ടിയത്. കഴിഞ്ഞ മാസം 28-നാണ് 3 പേരും ഹോട്ടലിലെത്തിയത്. ഇന്നലെ മുതൽ ഇവരുടെ വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി. വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് 3 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടൽ മുറിയിൽ നിന്നും തെളിവ് ശേഖരണം പൂർത്തിയാക്കി എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് അരുണാചൽ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ മാസം 17-ന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ഭാര്യ ദേവിയും 10 ദിവസം എവിടെയായിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട്. മാർച്ച് 27-നാണ് ആര്യയെ തിരുവനന്തപുരത്ത് നിന്നും കാണാതായത്. ഇവർ 3 ഒരുമിച്ചാണ് ഗുവാഹത്തിയിലേക്ക് വിമാനത്തിൽ കയറിയത്. മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും പൊതുവെ അന്തർമുഖരായിരുന്നു. അധികം ആരോടും അടുപ്പം കാണിച്ചിരുന്നില്ല. ആര്യയ്ക്ക് നിരന്തരം വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ സുഹൃത്തായ ദേവിയുടെ നിർദ്ദേശപ്രകാരം ആര്യ ഈ വിവാഹ ആലോചനകൾ നിരസിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ബന്ധുക്കളുടെ ശക്തമായ സമ്മർദ്ദം കാരണം അടുത്തിടെ ആര്യ വിവാഹത്തിന് സമ്മതിച്ചു. അടുത്ത മാസം 7-ാം തീയതി വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മരണം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും 3748 കിലോമീറ്റർ അകലെയുള്ള സിറോ എന്ന സ്ഥലം മൂവർ സംഘം തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഹണിമൂൺ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാജ്യാതിർത്തി ഗ്രാമമാണ്. സ്ഥലം ആരെങ്കിലും നിർദ്ദേശിച്ചതാണോ അതോ സ്വയമായി അങ്ങോട്ടേക്ക് പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. 17-ാം തീയതിയാണ് നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 27-നാണ് ആര്യയും കൂട്ടി സംഘം അരുണാചലിലേക്ക് പോയത്. 10 ദിവസം നവീനും ദേവിയും എവിടെയായിരുന്നു എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് നവീനാണ്. ഈ 10 ദിവസം എടുത്തത് മരിക്കാനുള്ള തയ്യാറെടുപ്പിനാണോ എന്ന നിഗമനവും പോലീസിനുണ്ട്. ഹോട്ടൽ മുറിയിൽ നിന്ന് 2 ബ്ലേഡുകളാണ് കിട്ടിയത്. 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാകാം എന്ന സംശയവും ഇറ്റാനഗർ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 3 ഫോണുകൾ കോടതിയിൽ ഹാജരാക്കും. ഫോണുകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.